കോളേജ് ഡേയ്സ് നടന്നൊരു സംഭവം പറയട്ടെ. അടുത്തുള്ള കടയിൽ നിന്ന് 10 രൂപയുടെ അമൂലിൻ്റെ ടെട്രോ പാക്കും 15 രൂപയുടെ ഒരു കേക്കും ഒക്കെ വാങ്ങി തിരിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ 6-7 വയസ്സ് കാണും. ഒരു ചെറിയ കുട്ടി ആ കേക്കിലേക്ക് നോക്കുന്നത് കണ്ടു. അവൻ്റെ അമ്മൂമ്മയോ മറ്റോ ആണെന്ന് തോന്നുന്നു. തലയിലൊരു കെട്ടൊക്കെ ഉണ്ട്. നടന്നെങ്ങോട്ടോ പോകുന്നത് വഴി ചൂട് കൂടുതലായതുകൊണ്ട് മറ്റോ കടയുടെ സൈഡിൽ കയറി നിന്നതാണ്. പഠിക്കുന്ന ടൈമല്ലേ, അറിയാലോ, അത്ര പൈസയൊന്നും കാണില്ല കയ്യിൽ. പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റിൽ ആ കേക്ക് ആ കുട്ടിക്ക് വെച്ച് നീട്ടി. അവനത് വാങ്ങി. ഒന്നും മിണ്ടാതെ റോഡ് ക്രോസ് ചെയ്ത് പോരുമ്പോൾ തിരിച്ച് ആരോ കൈകൊട്ടി വിളിക്കുന്നത് കേട്ടു. നോക്കിയപ്പോൾ ആ കടയുടെ ഓണറാണ്. പെട്ടെന്ന് പേടി തോന്നി. പേയ്മെൻ്റ് എങ്ങനെ ചെയ്തില്ലേ? പക്ഷെ ഞാൻ വാങ്ങിയ ആ സെയിം കേക്ക് വെച്ച് നീട്ടി അയാൾ വിളിക്കുന്നത് കണ്ടു. ഇല്ല, ഞാൻ ഓൾറെഡി കേക്ക് എടുത്തതാണ് എന്ന് ആംഗ്യ ഭാഷയിലൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ വീണ്ടും ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ വിളിച്ചോണ്ടേയിരുന്നു. അടുത്ത് ചെന്ന് ഞാൻ കേക്ക് ഓൾറെഡി എടുത്തതാണെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ, അല്ല, നീ കഴിക്കാൻ വാങ്ങിയതല്ലേ അവന് കൊടുത്തത്, ഇത് വെച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വന്ന ആ ഫീലിംഗ് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ആക്ഷൻ ആ ഷോപ്പ് ഓണറുടെ ഉള്ളിലുണ്ടാക്കിയ ഫീലിംഗ് ആണ് അദ്ദേഹത്തെ കൊണ്ട് ആ നല്ല പ്രവൃത്തി ചെയ്യിപ്പിച്ചത്. അപ്രതീക്ഷിതമായി നമ്മളൊരു മനുഷ്യൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തി കാണുമ്പോഴോ അല്ലെങ്കിൽ ധീരതയോ കരുണയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നൊരു ഹൃദയത്തെ ടച്ച് ചെയ്യുന്നൊരു ഫീലിംഗ് ഇല്ലേ, അതാണ് മോറൽ എലിവേഷൻ. ഈ ഫീലിംഗ് അനുഭവിക്കുമ്പോൾ നമ്മളിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ടെൻഡൻസി കൂടുമെന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കോമൺ ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണെന്നും ആരും തനിച്ചല്ല എന്ന ബോധവും നമ്മൾ ഉണ്ടാക്കാൻ മോറൽ എലിവേഷന് സാധിക്കും. മറ്റുള്ളവരുടെ നെഗറ്റീവ്സിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരിലെ നന്മയും ധീരതയും കമ്പാഷൻ അല്ലെങ്കിൽ കരുണയും ഒക്കെ കാണാൻ നമുക്ക് ട്രൈ ചെയ്താലോ? ഓവർ തിങ്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയൊരു ചോദ്യം: എന്തൊക്കെയാണ് ബാക്കിയുള്ളവരിലെ നന്മ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത്?